ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ ഹോണ്ട എലവേറ്റിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ZX വേരിയന്റ് ആണ്. ഇപ്പോൾ എലവേറ്റിന് 2,15,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ ഓഫറുകൾക്ക് ശേഷം എലവേറ്റ് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് എൻഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ബ്ലാക്ക് എഡിഷനും അഡ്വഞ്ചർ എഡിഷനും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് എഡിഷനിലേക്ക് മാറ്റാനാണെങ്കിലും അഡ്വഞ്ചർ എഡിഷനിലേക്ക് മാറ്റാനാണെങ്കിലും പ്രത്യേക അഡീഷണൽ പേയ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെയിം ഈ വാഹനത്തിന്റെ പ്രൈസ് തന്നെയാണ് അതിലും വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ VX വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ZX വേരിയന്റ് കൺസിഡർ ചെയ്യാം. കാരണം ZX വേരിയന്റിന് കുറച്ചും കൂടുതൽ ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഇല്ലാണ്ട് ചെറിയൊരു ബഡ്ജറ്റ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ZX വേരിയന്റ് വാങ്ങാനായിട്ട് പറ്റും. ഇത് ഹോണ്ട എലവേറ്റിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ZX വേരിയന്റ് ആണ്. റീസെന്റ് നമ്മൾ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കമന്റുകൾ വരാറുണ്ടായിരുന്നു. എലവേറ്റിന് ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്, എലവേറ്റിന്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തണമെന്ന്. കാരണം നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഒക്കെ സെക്കൻഡ് വേരിയന്റിന്റെ പ്രൈസിന് നമുക്ക് എലവേറ്റിന്റെ ആ ഒരു സെക്കൻഡ് വേരിയന്റ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലായിട്ട് ലഭിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു സബ്സ്ക്രൈബർ സ്ഥിരം ഞാൻ ഈ സെഗ്മെന്റിലെ ഏറ്റവും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം എന്ന് ഡസ്റ്ററിനെ പറയുമ്പോൾ അത് തിരുത്താറുണ്ട്. ആ ചേട്ടനും പറയാറുണ്ട് എലവേറ്റ് ആണ് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം എന്ന്. കാരണം 220mm സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു വാഹനം നമ്മുടെ എലവേറ്റ് തന്നെയാണ്. ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സെഗ്മെന്റിൽ ഒരു ബോക്സി ഡിസൈൻ, അതുപോലെ തന്നെ ഒരു പക്ക SUV ലുക്ക് തരുന്ന ഒരു വാഹനം എന്ന് നമുക്ക് എലവേറ്റിന്റെ നിസ്സംശയം പറയാം. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എലവേറ്റിന്റെ വേറൊരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് എല്ലാ വേരിയന്റുകളും നിങ്ങളിപ്പോൾ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ എടുത്താലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങൾക്കൊരു നൈറ്റ് എഡിഷനോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ എഡിഷനോ ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരിക. അപ്പോൾ ഈ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടോപ്പിലായിട്ട് ഒരു വലിയ ക്രോം ബാർ കാണാനായിട്ട് പറ്റും. അത് ഈ ഹെഡ്ലൈറ്റിന് മുകൾവശം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഹോണ്ടയുടെ ലോഗോ കാണാം. ഇവിടെ ടോപ്പിലായിട്ട് നമുക്ക് DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഡ്യുവൽ സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു LED പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റും കാണാം. ആ ഒരു ഫോഗ് ലൈറ്റിൻ്റെ ഒരു പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 220mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനവും എലവേറ്റ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു ബ്ലാക്ക് ഇൻസൈറ്റ് കാര്യങ്ങൾ കാണാം. ഇത് ഇപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിലും ഇതിനകത്ത് 360 ക്യാമറ പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇപ്പോൾ എലവേറ്റിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിൽ നിങ്ങൾക്ക് വേറെ അഡീഷണൽ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ 360 ക്യാമറ ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. 360 ക്യാമറയും ഡാഷ് ക്യാമും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ വാഹനത്തിന്റെ കൂടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ആംബിയൻ ലൈറ്റിങ്ങും കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ കൂടെ ഈ കാണുന്ന ZX വേരിയന്റിന്റെ കൂടെ ലഭിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നോർമലി കാണുന്ന 215, 55 or 70 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള അലോയ്സ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. ഇപ്പോൾ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വാഹനത്തിന് ചുറ്റുപുറവും പോകുന്നത് കാണാനായിട്ട് പറ്റും. ഡോർ ഹാൻഡിൽസിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. താഴെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. മിറേഴ്സ് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷും അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് കാണാം. നമുക്ക് വിൻഡോ ക്രോം ഗാർണിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാം. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു സിംഗിൾ ഡിൻ സൺറൂഫാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കാണാം. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായിട്ട് ഫീൽ ചെയ്യുക. 2650mm വീൽ ബേസ് ആണ് എലവേറ്റിനുള്ളത്. അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4312mm ആണ് ലെങ്ത് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സോ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ LED ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് എഡിഷനിലും അഡ്വഞ്ചർ എഡിഷനിലൊക്കെ ബാക്കിൽ ഒരു സ്പോയിലർ ആക്സസറി ആയിട്ട് കാണാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിലേക്ക് ഈ വാഹനം മാറും.
നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അകത്തു നിന്നാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ ലോഗോ കാര്യങ്ങൾ കാണാം. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. IV ടെക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. എലവേറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അതല്ലാണ്ട് വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും ആ സിൽവർ ഫിനിഷിൽ സ്ട്രിപ്പ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബൂട്ടിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 458 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പെയർ വീല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകൾ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹഡാസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലൈൻ വാച്ച് ക്യാമറ ഇവിടെ കാണാനായിട്ട് പറ്റും. 360 ക്യാമറ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്യാമറയും കൂടിയും ഇതിനകത്ത് അഡീഷണലി വരും. അപ്പോൾ മൊത്തം ഈ ഒരു വശത്ത് നോക്കുമ്പോൾ 2 ക്യാമറ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാണ്ട് ആ ഒരു ഇതിലേക്ക് തന്നെയാണ് 360 ക്യാമ കാര്യങ്ങൾ ആക്സസറി ആയിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. അതൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ലെതറിഡ് ഫിനിഷാണ് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ലെതറിഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ആ ഒരു ലെതറിൽ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ കാണാം. അല്ലെങ്കിൽ ബ്രഷ്ഡ് ക്രോം എന്ന് വേണമെങ്കിൽ പറയാം. താഴേക്ക് വന്ന 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. താഴെ സ്പീക്കർ ഗില്ല്, സ്പീക്കർ ആൻഡ് ട്യൂട്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിഡ് സീറ്റുകളാണ്. വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ കോർണറിലായിട്ടാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ്. അത് ലെതർ ഫിനിഷോടുകൂടി കൊടുത്തിട്ടുണ്ട്. അകത്തും നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. ഈ ടോപ്പ് എൻഡിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അതിന് പ്രധാന കാരണം നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഒരു വുഡ് ഫിനിഷും ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബ്രൗൺ ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സെൻട്രലിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ കിട്ടുന്ന ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. താഴത്തെ പോർഷനിൽ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും മ്യൂസിക്കിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇടതുവശത്ത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റാണ് ഓട്ടോ വൈപ്പർ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈൻ വാച്ച് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ആ വശത്തെ ക്യാമറ, അതായത് ലൈൻ വാച്ച് ക്യാമറ നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ആ ക്യാമറ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി മീഡിയ സ്ക്രീനിലേക്ക് പോകും. അങ്ങനെ ഒരു ലൈൻ വാച്ച് ക്യാമറ, സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ലൈൻ വാച്ച് ക്യാമറ ഇതിനകത്ത് ബിൽറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്റർ അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ രണ്ടും അനലോഗ് പോലെ തോന്നുമെങ്കിലും സ്പീഡോമീറ്റർ മാത്രമാണ് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് സെർവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മളുടെ ആ മ്യൂസിക് കൺട്രോൾസിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലേക്ക് പോകും. പിന്നെ അതിനകത്തുള്ള ഫീച്ചേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എംടി, പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, നമ്മളുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിനകത്ത് കാണാനായിട്ട് പറ്റും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ സിസ്റ്റമാണ്. നല്ല രസമാണ് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാനായിട്ട്. പക്ഷേ അത്യാവശ്യം ക്ലെവർ ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അതൊരു സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്വിക്ക് മെനു പോലെ കുറച്ചധികം ഓപ്ഷൻസ് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലോക്ക്, കലണ്ടർ, കോമ്പസ്, പിക്ചേഴ്സ്, ഇപ്പോൾ ഹോണ്ടയുടെ മറ്റ് ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ. ഇപ്പോൾ ക്ലോക്ക് ഡയറക്റ്റ് നമുക്ക് അവിടെ സ്ഥിരമായിട്ട്
ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ FM ആണ് കണക്ട് ചെയ്തെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോൺ കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ടു ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് പോലെ നമ്മളെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 1080p റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കുറയ്ക്കാനും കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബാക്ക് ബട്ടൺ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹോം ബട്ടൺ കൊടുത്തിരിക്കുന്നു. അങ്ങനെ കുറച്ച് ഫിസിക്കൽ ബട്ടണുകളും താഴെ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിനകത്ത് തന്നെ ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് നമുക്ക് ആ ഫുൾ സ്ക്രീനിൽ തന്നെ ക്യാമറ ഈ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു 3 സൂം അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് താഴത്തെ പോർഷൻ. പിന്നെ നമുക്ക് വൈഡായിട്ട് കാണാനും പിന്നെ ബാക്ക് വശം മാത്രം കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനോട് കൂടിയ നല്ല ക്ലാരിറ്റിയിലുള്ളൊരു ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 360 ക്യാമറ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ടോപ്പ് എൻഡിൻ്റെ കൂടെ 360 ക്യാമറ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. അതായത് വേറെ സ്ക്രീനൊന്നും വെക്കുന്നില്ല, ഇതിനകത്തേക്ക് തന്നെയാണ് 360 ക്യാമറ ആഡ് ഓൺ ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റ്സ് കാണാം. നടുക്ക് സാറ്റലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഒരു USB കണക്ട് ചെയ്യാൻ ഓപ്ഷനും USB ചാർജിംഗ് പോർട്ടുമാണ് വരുന്നത്. അതിന് വയർലെസ് ചാർജിംഗ് പാഡ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മളുടെ CVT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ഗിയർ ലിവറാണ്. അതിന് വശങ്ങളിലായിട്ട് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫുള്ളി ഫംഗ്ഷണലായിട്ട് കീ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. ലെതറിഡ് സീറ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. നമുക്കൊരു സിംഗിൾ ഡിൻ സൺറൂഫ് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. മാനുവലി നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളും വരുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നത്. അത് ഫ്രെയിംലെസ് IR VMs ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ ലൈറ്റ് വരുന്നില്ല, മിറർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോടുകൂടിയ ഗ്ലോ ബോക്സും വരുന്നുണ്ട്. അങ്ങനെ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമ്മളുടെ എലവേറ്റിൻ്റെ ഈ ടോപ്പ് എൻഡിന് കൊടുത്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഒരു 80 ഡിഗ്രിയിലൊക്കെ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ലെതറിഡ് ഫിനിഷാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ ടൂട്ടേഴ്സ് കാണാം. സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാനായിട്ട് പറ്റും. നമുക്ക് സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. തൈ സപ്പോർട്ട് സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. സെൻറ്റർ പാസഞ്ചറിനും ഇരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു കൺസോൾ ബാക്കിലേക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെൻറ്റർ ടണലും വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. എലവേറ്റിൻ്റെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാപ്പനീസ് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത്. ഭാരത് എൻക്യാപ്പോ ഗ്ലോബൽ എൻക്യാപ്പോ ഒന്നും കഴിഞ്ഞതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡുള്ള വാഹനമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഒരൊറ്റ എഞ്ചിനിലും മാത്രമാണ് എലിവേറ്റ് കൊടുത്തിരിക്കുന്നത്. ഡീസൽ വരുന്നില്ല, CNG അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. നമ്മുടെ സിറ്റിയിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന സെയിം പെട്രോൾ എഞ്ചിൻ തന്നെ. വളരെ സ്മൂത്താണ്, വളരെ ക്വയറ്റാണ്, വളരെ റിഫൈൻഡ് ആണ്. എന്നാൽ ആവശ്യത്തിനുള്ള പവറും തരുന്ന ഒരു എഞ്ചിനാണ്. നല്ല രസമാണ് മിഡ് റേഞ്ചൊക്കെ പിടിച്ച് ഓടിക്കാനായിട്ട്. ഇപ്പോൾ 1.5 ആണ്. 119 HP പവറും 145 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പവർ ശരിക്കും എലവേറ്റിന് തന്നെയാണ്. ഇപ്പോൾ ക്രെറ്റയാണെങ്കിൽ 115 HP ഉള്ളൂ. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ 103 HP ഉള്ളൂ. ഇതിന് 119 HP പവറാണ് കൊടുത്തിരിക്കുന്നത്. 145 Nm ടോർക്കും വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഗിയർ ബോക്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. കമ്പനി പറയുന്ന മൈലേജ് 17-18ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 13-നും 15-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 2,15,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്.
അതിനകത്ത് സ്ട്രെയിറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 50,000 രൂപ ലഭിക്കും, എക്സ്ചേഞ്ച് ബോണസായിട്ട് 50,000 രൂപ, അങ്ങനെ തന്നെ 1,00,000 രൂപ ലഭിക്കുന്നുണ്ട്. ലോയൽറ്റി, അതായത് നിങ്ങളൊരു ഹോണ്ടയുടെ വാഹനമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 29,000 രൂപ അഡീഷണലി ലഭിക്കും. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപയും പിന്നെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയിൽ ഒരു 19,000 രൂപയുടെ ഡിസ്കൗണ്ടും ലഭിക്കും. പിന്നെ വരുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ക്യാമറ ഫ്രീ ആയിട്ട് ലഭിക്കും, ആംബിയൻ ലൈറ്റിംഗ് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും, ഡാഷ് ക്യാമും ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 2,15,000 രൂപ വരെ ഓഫറിലാണ് എലവേറ്റ് കിട്ടുന്നത്. ഇനി പ്രൈസ് നോക്കാം. പ്രൈസ് നോക്കുമ്പോൾ നമ്മൾ ഓഫറൊന്നും ഇല്ലാത്ത നോർമൽ പ്രൈസാണ് പറയുന്നത്, കാരണം ഓരോ വേരിയൻറ്റുകൾക്കും ഓഫർ ഡിഫറെൻ്റ് ആണ്. ഓഫർ കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് പ്രൈസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ നോർമലി ഒരാൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസ് SV വേരിയൻറ്റ് മാനുവൽ മാത്രമേ ഉള്ളൂ 11,59,000 രൂപയാണ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 14,20. ഇനി സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുന്ന V ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നതും V വേരിയൻ്റ് ആണ്, കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് V വേരിയൻ്റ് ആണ്. V വേരിയൻറ്റിലേക്ക് വന്ന V മാനുവലിന് 14,82, V ഓട്ടോമാറ്റിക് ആണെങ്കിൽ 16,22 പ്രൈസ് വരുന്നത്. ശരിക്കും V വേരിയൻറ്റിനെ തന്നെ നമ്മളൊരു ബേസ് വേരിയൻ്റ് എന്ന് പറയേണ്ടി വരും, കാരണം SV വേരിയൻറ്റ് വരുന്നത് കുറവാണ്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ 16,22 സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനകത്ത് നോർമലി ഒരു 50,000 രൂപ വരെയൊക്കെ ഓഫർ കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 15,80 റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന വേരിയൻറ്റ് VX വേരിയൻ്റാണ്. ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ശരിക്കും പറയുന്നത് VX വേരിയൻറ്റിനെയാണ്. 16,89 മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 18,23 പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ZX വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മാനുവലിന് 18,73 ഓട്ടോമാറ്റിക്കിന് 20,17 നമുക്ക് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഈ 20,17 പ്രൈസിൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 19,17 ഇറക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ VX ഒക്കെ നോക്കുന്നവർക്ക് ഇപ്പോൾ ഈ ഓഫറുകളെല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് ഈ ഒരു ZX വേരിയൻറ്റ് ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് എഡിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം പ്രൈസ് തന്നെയാണ് ഈ ZX വേരിയൻറ്റിൻ്റെ, വേറെ അഡീഷണൽ പ്രൈസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ അഡ്വഞ്ചർ എഡിഷൻ ആണെങ്കിൽ വെറും 1,000 രൂപയുടെ കൂടുതലേ വരുന്നുള്ളൂ. അതായത് ഈ ZX വേരിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബ്ലാക്ക് എഡിഷനും അഡ്വഞ്ചർ എഡിഷനും കൊടുത്തിരിക്കുന്നത്. രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് ഈ ZX വേരിയൻറ്റ് സിമിലർ ആണ്. അതായത് 20,17,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐദർ ഈ വേരിയൻറ്റ് എടുക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എഡിഷൻ എടുക്കാം, അതല്ലെങ്കിൽ അഡ്വഞ്ചർ വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹോണ്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിഷൻ ഹോണ്ടയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എലവേറ്റ് എന്നല്ല, പുതിയ സിറ്റിയോ നമ്മളുടെ അമേസോ അങ്ങനെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.